മിസ്റ്റർ റഫീഖ് മനസ്സിലാക്കണം, നമ്മൾ 3 പേരിരിക്കുന്ന ഈ ഒരു പാനലിൽ തന്നെ എനിക്ക് എൻ്റെ മുന്നിൽ മോണിറ്ററോ ടിവിയോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂന്നാമത്തെ ആളെ എനിക്ക് കണ്ടുകൂടാ. അദ്ദേഹം ഒരു ഹിപ്പോക്രസിയുടെ തമ്പുരാനാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാരണം അദ്ദേഹം അപഹാസ്യനാണ് എന്നിങ്ങനെ തള്ളിവിടാൻ ഒരുപാട് തിടുക്ക് കൂട്ടുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് പലതും കണ്ടിട്ടില്ല. കാരണം ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു മതത്തിൽ വിശ്വസിക്കാനായിട്ട് ചെറുപ്പക്കാരെ കിട്ടുന്നില്ലെന്ന്. ഈ സെന്റ് റീത്ത സ്കൂളിൽ തട്ടവിട്ട് പ്രശ്നം ഉണ്ടായത് കുട്ടിയാണ്, 14-15 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളാണ് 4 മാസം അന്തസ്സായി സ്കൂളിൽ വന്നിട്ട് 4-ാം മാസം മനം പുരട്ടലുണ്ടായത്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി മുനമ്പത്ത് ഹൈക്കോടതി വിധി വരുന്നിടം വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ഇവിടെ വന്ന് ചർച്ച നടത്തി മുനമ്പത്തെ ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ. ഇതൊന്നും കാണാത്ത തമ്പുരാനായിരിക്കുന്നത്. ഇനി ഒക്ടോബർ 7-ന് 1200ഓളം പേരെ ഹമാസ് കൊന്നത് ഇദ്ദേഹം കണ്ടിട്ടേ ഇല്ല. അല്ല, കെന്നഡി കേരളത്തിൽ നേരെ ഗസയിലെത്തി. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഗസയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടത്. ഈ കൊച്ചു കേരളക്കാർക്ക് വേണ്ടി എടുത്ത പടം എന്താണെന്ന് എനിക്ക് അറിയില്ല ഭായി. അല്ല, കെന്നഡി എന്തുകൊണ്ട് ഗസയിൽ എത്തിയില്ല എന്ന് ആലോചിക്കുക. മിസ്റ്റർ കെന്നഡി ആരുടെ കൂട്ടത്തിലെ കൂട്ടുന്നത്? ആരാ നിങ്ങൾ ആരാ? നിങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യൂ. നിങ്ങൾ ആരാ? ഇനി ഞാൻ പ്രതിപാദിച്ച നിങ്ങൾ ആരാ? റഫീഖിനോട് നിങ്ങൾ ആരാ? സാറോട് എല്ലാ ബഹുമാനത്തോടും ചോദിക്കട്ടെ, ആ നിങ്ങൾ ആരാ? സംവിധായകൻ വ്യക്തമാകാഞ്ഞിട്ടല്ല, താങ്കളും ഹിപ്പോക്രസിയുടെ ഭാഗം എന്നെനിക്ക് പറയേണ്ടോ? കാരണം ഞാൻ പറഞ്ഞറിയോ, ഈ നിങ്ങളാരാ? 1.25 മണിക്കൂർ ഞാൻ വിമർശിച്ച കൂട്ടത്തിലാണോ നിങ്ങൾ? നിങ്ങളാരാ? ഈ നിങ്ങൾ സാർ പറഞ്ഞു തരട്ടെ, നിങ്ങളാരാ? സാറിന് വിട്ടുണ്ടല്ലോ ഒരു കൂട്ടത്തിൽ സാറിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവര് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ പെട്ടവരാണെന്ന്. നിങ്ങൾ ആരാന്ന് കൂട്ടം സാർ പറഞ്ഞതാ. എന്നിട്ട് അടുത്ത തുടങ്ങിയാ മതി. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. എന്റെ കൂട്ടം സാർ ഇപ്പൊ തീരുമാനിച്ചല്ലോ. സാറിനോട് സാറിന്റെ കൂട്ടം എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ സാർ മാർജിനലൈസ്പ്പെടുത്തി. അപ്പൊ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ സാർ എന്നെ മാർജിനലൈസ്പ്പെടുത്തുമ്പോ എന്റെ വിഭാഗം എന്താണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം അതിൽ മറ്റേ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങൾ എന്ന് പറഞ്ഞ് എന്നെ അഭിസംബോധന ചെയ്യുമ്പോ നിങ്ങൾ ആരാ എന്നാ ഞാൻ പറഞ്ഞുതരാം. ബാക്കി ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കെന്നഡി മറുപടി. അല്ല, ഞാൻ പറയട്ടെ, ഈ ചർച്ചയിലടക്കം വന്നിരുന്ന് സെൻസർ ബോർഡിനെയും സെൻസർ ബോർഡ് മെമ്പേഴ്സിനെയും ഒക്കെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന റഫീഖിനോട് സംശയത്തിന് മുന്നിൽ നിർത്തിയ സിനിമയും സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ കോടതിയല്ല. സെൻസർ ബോർഡിന് സംശയത്തിന് മുന്നിൽ നിർത്തിയ എന്താ കുഴപ്പം? കോടതിയിൽ സമീപിക്കുന്നതിന് അവരെ സംശയമുള്ളതുകൊണ്ടാണല്ലോ. സെൻസർ ബോർഡിന് സംശയമുള്ളതുകൊണ്ടാണ് അവർ കോടതി പോകുന്നത്. അജിംസ് വിഷമിക്കാതെ, എനിക്ക് വിഷമമല്ല. എത്രയോ ആളുകൾ കോടതി പോയിരിക്കുന്നു. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ പശു ഒന്നും അല്ല കെന്നഡി. ഈ സിനിമാ സംരംഭം എന്റെ അജിംസ് ഒക്ടോബർ 7-ന് 1200 പേരെ കൊന്നപ്പോ കരയാതിരുന്ന ആളുകളിൽ ഒരാളാണ് അജിംസ്. അല്ലെ, ഞാൻ കരയുന്നുണ്ടോ നോക്കിയാണ് കെന്നഡി. കെന്നഡി ആളുകൾ എവിടെ കരയുന്നു, ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നൊക്കെ നോക്കി നടക്കുവാണ് കെന്നഡി. അല്ല കെന്നഡി ഈ ആളുകൾ കരയുന്നുണ്ടോ? നിങ്ങളെ നിലപാട് ഈ ആളുകൾ എന്ത് ചെയ്യുന്നു നോക്കി നടക്കുകയാണ് കെന്നഡി ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സത്യം. അല്ല അജിൻസ്, ഞാൻ പറയുന്നത് സത്യം. നിങ്ങളെല്ലാം ഞാൻ സത്യം പറയുന്നു. ശരി, സത്യം പറ കെന്നഡി, സത്യം പറ പ്ലീസ്. ഞാൻ ഈ റഫീഖിനോട് ചോദിക്കുന്നു, ഈ പാനലിൽ വന്നിരുന്നു കൊണ്ട് നല്ല നടുവ് നിവർത്തിയിരുന്ന് ഈ സെൻസർ ബോർഡിന്റെ കുറ്റം പറയുമ്പോൾ ഈ സിനിമാ സംവിധാനം എന്നൊന്നും നമുക്ക് വലിയ ടെക്നിക്കലായി അറിയില്ലെങ്കിലും അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഒരു കോമൺ ഒരു ലേമാന് അറിയാവുന്നതാണ്. അതിനകത്ത് സംവിധായകർ മാത്രമല്ല, നിർമ്മാതാക്കളുണ്ട്, അതിനകത്ത് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതിന് സഹസംവിധായകരുണ്ട്, രചയിതാവുണ്ട്. ഒരുപാട് പേർക്ക് ഈ കഥ അറിയാം, ഒരുപാട് പേർക്ക് ഇതിന്റെ കണ്ടന്റ് അറിയാം,
ഒരുപാട് പേരിലേക്ക് ഇത് പോയി കഴിഞ്ഞു. ഇത് എന്തിന്റെ ബലത്തിലാ കത്തോലിക്ക കോൺഗ്രസും സെൻസർ ബോർഡുമായിട്ട് ഒരു 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 ബാന്ധവം ഉണ്ടാക്കുന്നത്? ഓൺ വാട്ട് ബേസ്? എന്തിന്റെ തെളിവാ താങ്കളുടെ അതായത് ഇവരുടെ ടീമിൽ നിന്ന് പുറത്തു വിട്ടുവെന്നാണോ കെന്നഡി പറയുന്നത്? താങ്കൾ കോടതിയിൽ ഇവരുടെ പ്രൊഡക്റ്റിന്റെ പ്ലോട്ട് ഇവർ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് പുറത്തു വിട്ടുവെന്നാണ് നിങ്ങൾ പറയുന്നത്? അതാ പറഞ്ഞു, ഇവര് കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും ഇദ്ദേഹത്തിന്. ഓടുന്നവരാണെന്ന് കഥ അറിയാവുന്നത് കോടതിയിൽ വരുമ്പോ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.